എല്ലാവർക്കും 2024 ഒരു മികച്ച സിനിമയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി പറയാനൊരു സിനിമയുണ്ട്. ജോഫിനില്ല, ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജോഫിൻ്റെ സിനിമയായി മാറട്ടെ 2025 അത്. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണെന്നുള്ള വായനയിലാണ് ഏറ്റവും അധികം പോകുന്നത്. ആസിഫ് ഖാൻ അതിലേക്ക് ഓപ്പൺ ചെയ്താൽ അവിടെ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് പെർഫോം ചെയ്തും കൂടി നിൽക്കേണ്ട ഏരിയ ആണല്ലോ, കാരണം ഇത് ത്രില്ലറല്ല, ഡ്രാമയാണ്. അപ്പോൾ ആ കാസ്റ്റിങ്ങിലേക്ക് എന്താ പറയുക, എന്തായിരുന്നു ആസിഫ് ഖാനിൽ മാത്രം കണ്ട മെറിറ്റ്? അത് ഈ പറഞ്ഞ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ അന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അധികം പോലീസ് വേഷങ്ങൾ ചെയ്യാത്ത ഒരാൾ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആസിക്ക എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ എനിക്ക് ആദ്യമായിട്ട് കഥ ആലോചിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇത് ഇയാൾ പറയുന്നതുകൊണ്ട് എന്തായിരുന്നു ആസിഫിക്ക് ഉണ്ടായിരുന്ന ഒരു ഇംപ്രഷൻ? എനിക്ക് ഇത്തരത്തിലുള്ള ഒരു തോട്ടാണ് എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. ഈ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടന്റിനെ എടുത്തു, ആ കണ്ടന്റിന് നമ്മുടേതായ ഒരു ചെറിയ വേരിയേഷൻ കൊടുത്തിട്ട് അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്ത് ഒരു പുതിയ കഥ ഉണ്ടാക്കുന്നു. അതിലേക്ക് ഒരു നമ്മൾ പ്രസന്റിലെ ഒരു കാര്യം കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ സിനിമകളെ പറ്റി പറയുമ്പോൾ പോലും എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത് സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാകുന്ന പുതുമകളാണ്, സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഈ സിനിമയും ഞാൻ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലുള്ള ഒരു ബ്രില്യൻസിനെ പറ്റിയിട്ടാണ്. പിന്നെ എൻ്റെ ഈ പറയുന്ന പോലെ പോലീസ് വേഷങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇമോഷണലി ഒരു കേസും ആയിട്ട് കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം, മറ്റേ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയേക്കാൾ കുറച്ചും കൂടി ഇമോഷണൽ കണ്ടന്റ് വരുന്ന ഒരു കേസായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എഗെയിൻ ഈ പെർട്ടിക്കുലർ കേസ് നടക്കുന്നത് ഒരുപാട് നാളുകൾക്ക് മുന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ വിക്ടിമിനോടുണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഏത് സമയത്ത് വേണമെങ്കിലും ഈ കേസ് ഉപേക്ഷിക്കാം എന്നൊരു നില ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റിന്റെ ഫീൽ ചെയ്യുന്നതിന്റെ പുറത്താണ് ഈ സിനിമ മുഴുവൻ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും ഒരു ഡ്രാമ, ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡ്രാമ ഭയങ്കര രസമായിട്ട് സ്ക്രീൻ പ്ലേയിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് യൂഷ്വൽ സസ്പെക്ട്സ് പോലൊരു സിനിമ ഏറ്റവും അവസാനത്തെ ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ആയിരുന്നു ത്രില്ല്. പക്ഷെ ഇന്ന് നമുക്ക് നാടകത്തിലൊക്കെ ഉണ്ടായ പോലെ അവസാനത്തെ അരമണിക്കൂറിൽ മുഴുവനും ഇങ്ങനെ ജെർക്കുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അവിടെയാണ് നിങ്ങളിത് ത്രില്ലറല്ല, ഡ്രാമയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചാലഞ്ച് എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു രൂപരേഖ ഉണ്ടാവില്ല, എന്താ ഉണ്ടാവുക എന്നുള്ളത്, അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഇന്റർവ്യൂവിലും വരുമ്പോഴും അതിനെപ്പറ്റി ഓരോരുത്തരും ചോദിക്കുന്ന സമയത്തും അധികം പറയാത്തത് കൊണ്ടാണ്. ഈ സിനിമയുടെ പുതുമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഇതൊരു ത്രില്ലർ അല്ലാതിരിക്കുമ്പോൾ തന്നെ ഇതിനൊരു പുതുമ എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം ഒരുപാട് നമ്മളത് പറഞ്ഞ് അതിൻ്റെ ഒരു രസം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് അധികം അങ്ങനെ വിട്ടു പറയാതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒരു പുതുമയുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞ പ്രേക്ഷകൻ പറയണം. കൺഗ്രാജുലേഷൻസ് ഓൺ മാർക്കോ. അത് പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയാവുന്നു, അത് ഗംഭീരമായിട്ട് ആളുകൾ റിസീവ് ചെയ്യുന്നു. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് ഞാൻ ഇതുപോലത്തെ വൈറസ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ അടുത്ത് ഇറങ്ങിയ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഐഡന്റിറ്റിയിൽ ആളുകൾ ഡീറ്റെയിൽസ് കുറച്ച് ഓവർഫീഡ് ആയി എന്നൊക്കെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഓവർഫീഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് സ്ക്രിപ്റ്റ് ഓവർഫീഡ് ആയിപ്പോയി എന്ന ആളുകളുടെ വിമർശനം. ആളുകൾ ഇന്ന് അത്രയും ഒപ്പീനിയേറ്റീവ് ആണ്. എത്ര കാണിക്കണം, എത്ര കാണിക്കണ്ട, അതില് ഷമീറിന് സ്വന്തം ഭാഗത്തായിട്ട് ടേക്ക് ഉണ്ടാവും ഉണ്ടോ? അത് ഒരു സിനിമ നമ്മൾ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് ഏത് തരം ആൾക്കാരാണ് അത് കാണുക. നമ്മളെന്നെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഏത് പിള്ളേരാണോ, ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ അവരുടെ ഒരു ക്ഷമയും അവർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ട് വന്നപ്പോൾ ഈ രേഖാചിത്രം ഫസ്റ്റ് ഹാഫ് നോർമലി നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്പീഡ് കൂടി വരിക ചെയ്യാം. നോർമലി രേഖാചിത്രം നേരെ ഉൾട്ടയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്പീഡിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവൽ ഇല്ല ഇവിടത്തിൽ, പക്ഷേ ആദ്യത്തെ കുറച്ച് ശരി, അത് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ പുതിയ, ഇപ്പോൾ ജോഫിൻ പറഞ്ഞ പോലെ പുതിയൊരു പശ്ചാത്തലത്തിലുള്ള കഥ എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. അപ്പോൾ ആളുകൾ ഇപ്പൊ ആ സ്ഥലം വേറൊരു രാജ്യമാണെങ്കിൽ പോലും അത് കേരളത്തിലുള്ള എവിടെയാണെന്ന് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് മാജിക് ആയിട്ടുള്ള ഒരു സ്വഭാവം കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിങ്ങിന് ആളുകൾ എടുത്ത് സംസാരിച്ചിരുന്നു സിനിമയുടെ റിലീസിന്റെ സമയത്ത്. രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ടെറൈനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ ഇനി പുതിയതായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ട് ആളുകളെ ഒന്ന് എക്സൈറ്റിപ്പിക്കാൻ വേണ്ടി ചെയ്യുക? കാരണം ത്രില്ലറുകൾ പ്രത്യേകിച്ച് മലക്കപ്പാറ, വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അത് ഒരുപാട് കാണുകയും ചെയ്തു. അതൊരു ചാലഞ്ച് അല്ലേ? അങ്ങനെ ആലോചിക്കാറുണ്ട്, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിന് വന്നപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതിൻ്റെ കഥ തന്നെയാണ്.
കാരണം അതിൽ മോർ ദാൻ എ ത്രില്ലർ അതിലൊരു ഇമോഷൻ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും സിനിമയിലേക്ക് വന്നിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം ഒരു സിനിമയിലേക്ക് വരുന്ന ഒരാളുടെ ഒരു സ്ട്രഗിളും അങ്ങനത്തെ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ കൂടുതലും മനസ്സിലാവും ഞാൻ ഇപ്പം എന്താ പറയുന്നതെന്ന്. അപ്പം ആ ഒരു സെൻട്രൽ ക്യാരക്ടറിന്റെ ഒരു ജേർണി ഉണ്ട് അതിൽ. അതെനിക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഇമോഷണലായിട്ട് തന്നെ ആക്ച്വലി അത് ക്യാച്ച് ചെയ്തു. അതായിരുന്നു അതും നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാം. അതായത് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ ഒരു ജേർണി അത് ഭയങ്കരമായിട്ട് അതിനൊരു ഡെപ്ത് ഉണ്ട് അതിൽ. അത് എനിക്ക് ആദ്യത്തെ ജോഫിന്റെ നറേഷനിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. പിന്നെ ഇതിൽ എനിക്ക് ആസ് എ സിനിമാറ്റോഗ്രാഫർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി 2 കാലഘട്ടം പോർട്രേ ചെയ്യാണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അധികം പച്ചയാണ് നമ്മള്. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയൊക്കെ കളർ മാറ്റിയാലും ഒരു ടോണൽ വേരിയേഷൻ, ഓവറോൾ ആയിട്ടുള്ള ഒരു ടോണൽ വേരിയേഷൻ ആണ് സാധാരണ ആൾക്കാർ പീരിയഡ് ആയിട്ട് പിടിക്കാറ്. അപ്പൊ ഭയങ്കര വാം ഒരു ടോൺ. അപ്പൊ ഇതല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പഴയ കാലഘട്ടം എങ്ങനെ കാണിക്കാം, അതൊരു ഏറ്റവും വലിയ ചാലഞ്ച്. ഫസ്റ്റ് ചാലഞ്ച് അതായിരുന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്കെയിലുള്ള സിനിമയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല സ്കെയിലുള്ള പടമാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം. എന്തെങ്കിലും പാളിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റിൽ പിന്നെ ആൾക്കാർ വന്ന് കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് വരും, ബ്ലൂപ്പേഴ്സ് ആയിട്ടൊക്കെ വരും. അപ്പൊ ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിലൊരു ഹിസ്റ്ററി, ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഇതിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു റെലവൻസ് ഉണ്ട് ഇതിന്. അപ്പം ആ രീതിയിൽ എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വെച്ചാൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു അത്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ആകാശത്തിന് നിറന്നുള്ള സിനിമ പ്രീമിയർ ചെയ്ത സമയത്ത് അന്ന് സംസാരിച്ചിരുന്നു പറഞ്ഞ സൗണ്ടിനെ പറ്റി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഹൈ ടൈഡും ലോ ടൈഡും ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിരുന്നതാണ്. ഹൈ ടൈഡിൽ ഉണ്ടാവുന്ന സൗണ്ടും ലോ ടൈഡിൽ ഉണ്ടാവുന്ന സൗണ്ടും രണ്ടാണ്. ഇത് ആളുകൾ എത്രത്തോളം അത് അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നറിയില്ല. പക്ഷെ അത് ആംബിയൻസ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആംബിയൻസ് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ആളുകളെ കേൾപ്പിക്കേണ്ട ശബ്ദങ്ങൾ, ഇവിടെയാണ് നിശബ്ദത വേണ്ടത്. അത് സൗണ്ട് ഡിസൈനർ എല്ലാ വട്ടവും തീരുമാനിക്കോ? ഈ ഏകചിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? ഈ സിനിമയിലെ ആംബിയൻസിന് ഒരു ചില പർട്ടിക്കുലർ പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസിലൊക്കെ ആംബിയൻസ് വേണം എന്നുള്ള രീതിയിൽ സംവിധായകൻ ജോഫിൻ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പടത്തിൽ മെയിൻ സംഭവം നടക്കുമ്പോഴും അത് അനാവരണം ചെയ്യപ്പെടുമ്പോഴും ഒരു പ്രകൃതിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളുണ്ട്. പിന്നെ നിശബ്ദത എന്ന് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ചില പോർഷൻസ് ഉണ്ട് നമുക്ക്. അതായത് ഈ സിനിമ മൊത്തം നെറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 3rd person പെർസ്പെക്റ്റീവിലാണ് പല പോർഷൻസും നെറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ആളുകളുടെ ശബ്ദം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാരണം നമ്മളത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പടം നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആളുകളുടെ ടോണാലിറ്റി, ആളുകളുടെ വോയിസ് വളരെ കറക്റ്റായിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം മ്യൂസിക് ഉണ്ട്, ഒരുപാട് വളരെ ഇതായിട്ടുള്ള മ്യൂസിക് നിൽക്കുന്നുണ്ട്, ക്യാച്ചി ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇത്തരം ബാക്കിയുള്ള ശബ്ദങ്ങളല്ലാണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കേൾക്കേണ്ടതും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് വോയിസുകളാണ്. ആ വോയിസുകൾ എങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അപ്പു പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ആളുകളെ കാണുന്നില്ല, അതേ സമയം വോയിസ് കേൾക്കുന്നുണ്ട് സിനിമയിൽ. അങ്ങനെ പല പോർഷൻസിലും പോകുന്നുണ്ട്. അപ്പോൾ ഈ നെറേറ്റീവിൽ, അതായത് പഴയ നെറേറ്റീവ്, അതേ പഴയ കാലം പുതിയ കാലം തമ്മിൽ അതെങ്ങനെ അവിടെ നിന്നൊരു ഡിഫറൻസ് കൊടുക്കുക എന്നുള്ളത് സിനിമയിൽ. അതേസമയം ഇത് എടുത്തു നിൽക്കാനും പാടില്ല. ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് അങ്ങനെയാണോ, അങ്ങനെയല്ല. നമ്മൾ ആ സിനിമയുടെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അതേസമയം ചെറിയൊരു ഡിഫറൻസിൽ എങ്ങനെ കേൾപ്പിക്കാം, അതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. ഈ പടത്തിനുണ്ടായിരുന്ന ചലഞ്ച് അതാണ്.